അധ്യാപനം എന്നത് ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ കലാരൂപമാണ്. അതുകൊണ്ട് തന്നെയാണ് അധ്യാപകർ ദൈവത്തിന് സമാനമാകുന്നത്. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് ഒരുപാട് വിദ്യാർത്ഥികളെ അറിവിൻ്റെ ലോകത്തേക്ക് കൈപിടിച്ചുയർത്തിയ പൂത്തേഴത്ത് രാമചന്ദ്ര മാഷാണ്. മാഷെ നമസ്കാരം. നമസ്കാരം. അധ്യാപന ജീവിതത്തിൽ തന്നെ തുടങ്ങാം മാഷെ. ശരി. പഠനത്തെ സ്വാധീനിക്കുന്നതിലും യുവ മനസ്സുകളെ രൂപപ്പെടുത്തുന്നതിലും അധ്യാപകർക്കുള്ള പങ്ക് ചെറുതല്ല. എനിക്ക് തോന്നുന്നു മാഷെ, പഴയ വിദ്യാഭ്യാസത്തിൽ ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസത്തിൽ അധ്യാപകർക്കുള്ള പങ്ക് ചെറുതായിട്ട് കുറയുന്നെന്ന് മാഷിന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും കുറയുന്നില്ല. അധ്യാപനത്തിനെ പറ്റി, അധ്യാപകൻ്റെ റോളിനെ പറ്റി ഉള്ള അഭിപ്രായങ്ങൾ, അതാണ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത്. ശരിയായിട്ടുള്ള അധ്യാപകൻ്റെ ജോലി എന്താണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, കുട്ടികളിൽ വിജ്ഞാനത്തിന് വേണ്ട ദാഹമുണ്ടാക്കുക എന്നുള്ളതാണ്. ആ ദാഹമുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ സ്വയമേ ആ ദാഹം തീർക്കാനുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചോളും. അതുപോലെ തന്നെ കൂടുതൽ പുസ്തകങ്ങൾ അവർ വായിക്കും. നമ്മൾ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നല്ലൊരു സദ്യ, വിഭവസമൃദ്ധമായിട്ടൊരു സദ്യ നമ്മൾ കൊടുത്താലും കാര്യമില്ല വിശപ്പില്ലെങ്കിൽ. അതെ അതെ, വിശപ്പുണ്ടാക്കണം. അപ്പോൾ ജോലി വിശപ്പുണ്ടാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ചില അധ്യാപകന്മാരുണ്ട്. ആ ഒരു കഴിവ് വളരെ അപൂർവം പേർക്കേ കാണാൻ ഉള്ളൂ. പക്ഷേ യഥാർത്ഥ അധ്യാപകന് വേണ്ടത് ആ ഒരു കഴിവാണ്. കുട്ടികളിൽ ഇൻട്രസ്റ്റ്, അധ്യാപകനെ കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവുക. മാഷിന്റെ അധ്യാപന ജീവിതത്തിൽ മറക്കാനാവാത്ത എന്തെങ്കിലും സംഭവങ്ങൾ ഓർമ്മയിലുണ്ടോ? എൻ്റെ അധ്യാപന ജീവിതം വളരെ സന്തോഷകരമായൊരു കാര്യമായിരുന്നു. പിന്നെ ഞാൻ വളരെ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ്സിൽ പോവുക. അത്ര മികച്ചൊരു അധ്യാപകനായിരുന്നു ഞാനെന്ന് പറയുന്നില്ല. പക്ഷെങ്കിലും സാമാന്യം വലിയ ക്ലാസ്സുകളൊക്കെ കുഴപ്പമില്ലാണ്ട് കുട്ടികളൊക്കെ ഇരുന്ന് കേൾക്കുമായിരുന്നു. നല്ല റിസൾട്ടുകളും ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഒരു അത്ര വലിയൊരു അധ്യാപകനായിട്ട് ഇങ്ങനെ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന ഒരാളായിട്ട് ഞാൻ ഉയർന്നെന്ന് പറയുന്നില്ല. മാഷിന്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? മാഷ് ABVP-യുടെ, എനിക്ക് തോന്നുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു അല്ലേ? ABVP-യുടെ സംസ്ഥാന പ്രസിഡന്റായി, സംസ്ഥാന ഓൾ ഇന്ത്യ വൈസ് സെക്രട്ടറിയുമായിരുന്നു. അപ്പൊ വിദ്യാർത്ഥി കാലത്ത് തന്നെ മാഷിന്റെ പൊതുപ്രവർത്തനം തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെ പോയി, ഓൾ ഇന്ത്യ സെക്രട്ടറി. പിന്നെ അത് വിട്ടു. ഞാൻ വിടാൻ കാരണം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ, ഞാൻ അധ്യാപകനായി കഴിഞ്ഞപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം കൊണ്ട് നടക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി. കാരണം വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഇൻട്രസ്റ്റുകൾ പരസ്പര ഈ രാഷ്ട്രീയമായിട്ടുള്ള നിരക്ക് അങ്ങനെയൊക്കെയുള്ള അവർ കൂടിച്ചേർന്ന് പോകുന്നതല്ല. ഒരു അധ്യാപകന് രാഷ്ട്രീയം വേണ്ടാന്നാണോ മാഷ് പറയുന്നത്? ഞാൻ ഈ പറയുന്നതാണ്, അധ്യാപകൻ സ്വയം നിലവിട്ടിട്ട് നിൽക്കാതെ സ്വയം ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ പോയ കുഴപ്പമില്ല. അതുപോലെ തന്നെ മാഷെ, സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒരുപാട് സംഭാവനകൾ നൽകിയ പൂത്തേഴത്ത് രാമൻ മേനോൻ അനന്തരവനാണല്ലോ മാഷ്. മാഷിന്റെ മനസ്സിൽ ഓർമ്മകൾ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു കേട്ട ഓർമ്മകൾ? അദ്ദേഹവുമായിട്ട് എനിക്ക് നല്ല അടുപ്പുണ്ടായിരുന്നു. വളരെ പ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും മാഷ് കണ്ടിട്ടുണ്ടല്ലേ? പിന്നെ എൻ്റെ അദ്ദേഹത്തിനോട് സഞ്ചരിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹവും ഞാനുമായിട്ട് പല കാര്യങ്ങളിലും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. എന്നെ നല്ലൊരു എഴുത്തുകാരനായിട്ട് കാണാനായിട്ട് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ശരിക്കും മാഷിനെ സ്വാധീനിച്ചിട്ടുണ്ടല്ലേ അമ്മാവൻ? വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഇന്നും ഒരു വലിയ ശക്തമായിട്ടുള്ള സ്വാധീനമാണ്. പിന്നെ എൻ്റെ പല നിരീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങളുമായിട്ട് അടുത്ത് പോകുന്ന അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളിലും, ഇപ്പോൾ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ രാമായണത്തിനെ പറ്റി അദ്ദേഹം രാമായണ സബര്യ എന്നൊരു ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ രാമായണത്തിനെ പറ്റി ഓർക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഓർക്കും, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ. പിന്നെ അദ്ദേഹം തന്നെ ഞാൻ സാഹിത്യരംഗത്ത് അങ്ങനെ ഇപ്പം എനിക്ക് സാഹിത്യരംഗത്ത് താല്പര്യമുണ്ട്. പക്ഷെ അന്നത് ഉണ്ടായിരുന്നില്ല. അന്ന് ഈ ദേശീയവും സാമൂഹ്യമായിട്ടുള്ള, ഇപ്പം അതിൽ നിന്ന് വിട്ടപ്പോൾ എനിക്കൊരു ഒരു ദേശീയ ഒരു സാഹിത്യപരമായിട്ടൊരു താല്പര്യം ഇപ്പോഴുണ്ട് മാഷിന്. ഇപ്പോഴുണ്ട് എനിക്ക്. മാഷ് എഴുതാൻ നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ?
പക്ഷെ എഴുതുന്നുണ്ടോ മാഷ്? അതോടൊപ്പം തന്നെ എനിക്ക് വേറൊരു ഇതുണ്ട്. ഇനിയിപ്പോൾ എന്താ കാര്യം, ഇനിയിപ്പോൾ 19 വയസ്സായി, ഇനിയിപ്പോൾ എഴുതി അങ്ങനെ എന്തിനാ മാഷെ ചിന്തിക്കണത്? അങ്ങനൊരു ചിന്തയുണ്ട്. അത് വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അത് എഴുതാതിരിക്കുമ്പോൾ എന്ത് കാര്യം? വയസ്സൊരിക്കലും നമ്മളെ ഒന്നും ബാധിക്കുന്നില്ല എന്നല്ലേ പറയാ? ഇല്ല, ഞാൻ വിചാരിക്കുന്നത് എന്ത് കാര്യം എഴുതിയിട്ട്. മാഷിന് ഒരുപാട് ഭാഷകൾ അറിയാന്ന് ആ, പറയുന്നത് ഉവ്വ്. കേട്ടിട്ടുണ്ട്. ഏതൊക്കെ ഭാഷകള്? ഹിന്ദിയിൽ ഞാൻ പ്രഭാഷണം നടത്തും. പ്രഭാഷണം നടത്തും. ട്രാൻസ്ലേഷൻ ചെയ്യുന്നുണ്ടോ മാഷ്? അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ട്രാൻസ്ലേഷൻ എളുപ്പമാണ്, പക്ഷെ അതിന്റെ അന്തസ്സത്ത ഒട്ടും ചോരാതെ വേണ്ടേ മാഷെ ട്രാൻസ്ലേഷൻ നമുക്ക് നടത്തണമെങ്കിൽ? ഭാഷ അറിയണം. ഭാഷ ഇപ്പം അറിയണം. എനിക്ക് പ്രഭാഷണം ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഭാഷയുടെ കുറച്ച് മർമ്മങ്ങൾ അറിയാണ്ട് എനിക്ക് പറ്റില്ലല്ലോ. ഇല്ല. അപ്പം ഞാൻ അയോധ്യയിൽ പ്രസംഗിച്ചിട്ടുണ്ട്, ഹിന്ദിയിൽ. ചെന്നൈയിൽ തമിഴിൽ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷ് പ്രൊഫസറാണ് ഞാൻ. ആ, ആ. മലയാളം എനിക്ക് നന്നായിട്ട് അറിയാം. മലയാളത്തിൽ ലേഖനം എഴുതാണെങ്കിലും പുസ്തകങ്ങൾ എഴുതാണെങ്കിലും എനിക്ക് വിഷമമില്ല. ചില ശരിക്കും സമയത്ത് എഴുതുന്നതിനേക്കാളും ബുദ്ധിമുട്ടല്ലേ മാഷെ ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്? അതൊന്നും വലിയ ട്രാൻസ്ലേഷൻ അല്ല, വലിയ ബുദ്ധിമുട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ആ, ശരി. അദ്ദേഹം പ്രാസംഗികൻ 5 മിനിറ്റ് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൽ അത് പറയും. പിന്നെ അദ്ദേഹം 5 മിനിറ്റ്, പിന്നെ ഞാൻ അങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ വലിയ അദ്വാനിയുടെ ഒക്കെ പലരുടെയും ഞാൻ പ്രസംഗം തർജ്ജമ ചെയ്തു. അദ്വാനിയുടെ പ്രസംഗം മാഷ് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ഓ, അതൊരു പുതിയ അറിവാണ്. മറ്റേ ഇദ്ദേഹത്തിന്റെ ഗുരുജി ഗോൾവൽക്കർ, ശരി. ചിന്മയാനന്ദ സ്വാമിയുടെ പ്രസംഗം ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്ക് വിഷമില്ല. അത് അവർ ചിന്മയാനന്ദ സ്വാമിയുടെ ഒക്കെ അതിങ്ങനെ പറഞ്ഞിട്ട് പോകും. അങ്ങനെ 5 മിനിറ്റ് നിർത്തില്ല. അപ്പം അതിൻ്റെ കണ്ടൻസ് ഞാൻ പറയും കുറിച്ചെടുത്തിട്ട്. അത്രയും പറയുന്ന പ്രസംഗത്തെ അത്രയും ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കണ്ടേ മാഷെ? എന്നാലല്ലേ നമുക്കത് ആ അല്ല, ട്രാൻസ്ലേഷൻ അതൊക്കെ എളുപ്പമാവും. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. സ്പിരിച്വൽ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ പ്രസംഗിക്കുന്നതൊക്കെ നമുക്കും കൂടെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പം അതുകൊണ്ട് അത്ര ശ്രദ്ധിക്കണ്ട. അവർ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മതിയാവും അല്ലേ? മാഷ് കൃത്യമായി സമൂഹത്തിൽ ഇടപെടുന്ന ഒരാളാണല്ലോ. കുറച്ച് നാളുകൾക്ക് മുന്നേ സമൂഹ മാധ്യമങ്ങളിൽ കൂടി കുറേ ചർച്ചയായ ഒരു വിഷയമുണ്ട്. ഷർട്ട് ധരിച്ച് ക്ഷേത്രത്തിനകത്ത് കയറണോ വേണ്ടയോ എന്നുള്ളത്. ശിവഗിരി മഠാധിപതിയാണ് ആദ്യം ഷർട്ട് ധരിക്കാം ക്ഷേത്രത്തിനകത്ത്, കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അത് കൃത്യമായ ഇടപെടലാണെന്ന് പറഞ്ഞു. അതിനെ തുടർന്നാണ് പിന്നെ NSS സെക്രട്ടറി G. സുകുമാരൻ നായർ പറയുന്നത് ഇത് ഹിന്ദുമതത്തിൻ്റെ മേലുള്ള തിരുത്തലുകളാണെന്ന്. ഈ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമധേയത്തിലുള്ള ജ്ഞാനപ്രഭാകർ യോഗത്തിൻ്റെ കീഴിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ അവിടുത്തെ ഭാരവാഹികൾ തീരുമാനിക്കുകയാണ് കുറച്ച് ക്ഷേത്രത്തിനകത്ത് ഷർട്ട് ധരിച്ച് കയറാമെന്നുള്ളത്. അതിനെ തുടർന്ന് കുറച്ച് പേര് ഷർട്ട് ധരിച്ച് കയറുന്നു, കുറച്ച് പേര് ഷർട്ട് ധരിക്കാതെ കയറുന്നു. അങ്ങനെ വീണ്ടും ഈ ചർച്ച വന്നിരിക്കുകയാണ്. അപ്പം മാഷിന്റെ അഭിപ്രായത്തിൽ എന്താണ്, എങ്ങനെയാണ് മാഷ് ഇതിനെ നോക്കിക്കാണുന്നത്? ഹിന്ദു മതത്തിലും ആചാര രീതികളിലും വ്യത്യാസങ്ങൾ വരുന്നത് പൊതു ചർച്ചകൾ വഴിയായിട്ടാണ്. അത്തരം ചർച്ചകളും ഇടപെടലുകളും വഴിയായിട്ടാണ് ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ നടന്നത്. അതെ. അന്ന് നിങ്ങൾ തമ്പ്രാക്കളെ പോയി കണ്ടിട്ടൊക്കെയാണ് അത് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. തമ്പ്രാക്കളാണ് അത് അവസാനം ഒപ്പിട്ട് കൊടുത്തത് തിരുവിതാംകൂർ മഹാരാജാവിന്. അദ്ദേഹത്തിൻ്റെ ഒപ്പില്ലാണ്ട് സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് CP രാമസ്വാമിയർ പട്ടാളം ഒക്കെ വന്ന് കൊച്ചി മഹാരാജാവിൻ്റെ സഹായത്തോടു കൂടി തമ്പ്രാക്കളെ പോയിക്കൊണ്ട് തമ്പ്രാക്കളെ ആകെക്കൂടെ പേടിച്ച് അകത്ത് ഒപ്പിടുക ചെയ്തത്. അപ്പോൾ ഇത്തരം സംഗതി ഇതിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. പിന്നീട് ഊണ് ഭക്ഷണം ഇവർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, മറ്റുള്ള മറ്റേ ബ്രാഹ്മണന്മാർക്ക് മാത്രം ചോറ്, അങ്ങനെയായിരുന്നു. ഓ, അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെയല്ല. അല്ലല്ല, അമ്പലത്തിൽ ചോറ് ബ്രാഹ്മണന്മാർക്കാണ്. ആ ബ്രാഹ്മണന്മാരുടെ ഇവിടെ എൻ്റെ കൂട്ടുകാർ പലരുണ്ട്, എൻ്റെ പ്രായമുള്ളവരൊക്കെ. അവരൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഏതെങ്കിലും അമ്പലത്തിൽ പോകും. ഇവിടെ ഈ ഊട്ടുവരകളൊക്കെ ഉണ്ട്, അവിടെ പോയിട്ട് ഊണ് കഴിക്കും. നമുക്കൊന്നും കിട്ടില്ല. പിന്നെ നമ്പൂരിമാർ നടത്തുന്ന അമ്പലങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഊട്ടുവരിൽ ആദ്യം നമ്പൂരിമാർക്ക് കൊടുക്കും, പിന്നെ മറ്റ് ബ്രാഹ്മൺസിന് കൊടുക്കും, തമിഴ്, അങ്ങനെയൊക്കെ ഉണ്ട്. ഈ നിയമങ്ങളിലൊക്കെ മാറ്റം വരുത്തി എല്ലാവർക്കും ഊണ് കൊടുക്കണം എന്നൊരു സമ്പ്രദായം എങ്ങനെ ഉണ്ടായതെന്ന് വെച്ചാൽ അതിന് പ്രധാനപ്പെട്ട ഒരു ഇതുണ്ടായത് കല്ലറ സുകുമാരൻ എന്നൊരാളുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ കല്ലറ സുകുമാരൻ അയാൾ എന്താണ് അങ്ങോരോ ജാതി എന്നൊന്നും എനിക്കറിയില്ല. ചിലർ പറയുന്നുണ്ട് പരിവർത്തിത ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നുണ്ട്.
ആരോ ആവട്ടെ അങ്ങോരുടെ കീഴിൽ കുറേ ദളിതന്മാർ വന്നിട്ട് മറ്റ് ജാതിക്കാർ വന്നിട്ട് ഒരു ജാഥയായിട്ട് വന്നു. ആ ജാഥയ്ക്ക് എല്ലാവരും സപ്പോർട്ട് കൊടുത്തു. എല്ലാവരും RSS ഉൾപ്പെടെയുള്ളവർ അതിന് സപ്പോർട്ടായിരുന്നു. അവർ വലിയൊരു മാർച്ചായിട്ട് വന്നു ഇവിടെ. അപ്പോഴേക്കും കരുണാകരൻ ഇവരുടെ കൂടെ ഊണഴിക്കാന്ന് പറഞ്ഞിട്ട് മന്ത്രി കെ കരുണാകരൻ അദ്ദേഹം വന്നു. അവിടെ ഊട്ടുവരെ തന്ന് എല്ലാവർക്കും ചോറ് കൊടുത്തു. തുടർന്നാണ് അത് മാറിയത്. അതിനുശേഷമാണ് ഇപ്പൊ എല്ലാവർക്കും ചോറ് കൊടുക്കുന്നത്. അത് ശരി, അങ്ങനെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ. അടുത്ത കാലത്ത് ഗുരുവായൂർ ഊണിന്റെ മാറ്റം. അത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് പക്ഷേ? എത്ര വർഷങ്ങൾക്ക് മുന്നെയാണത്? അത് കരുണാകരൻ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് 1980s ഒക്കെ ആയിരിക്കും. പിന്നെ അതിന് വടക്കുന്നാഥ സ്വാമി ക്ഷേത്രത്തില് പുറമേയുള്ള ഗോപുരത്തിനകത്ത് കിടക്കുന്നതിന് ഷർട്ട് ഇടാൻ പാടില്ലായിരുന്നു. അത് ശരി. പിന്നെ അവിടെ ഷർട്ട് ഇടാന്നായി. പക്ഷെ ആചാരങ്ങള് കുറെ മാറിയല്ലേ? ആചാരങ്ങൾ മാറി. തിരുവമ്പാടി അമ്പലത്തില് അകത്തേക്ക് കയറാം. ആ ശ്രീകോവിലിനകത്ത് മാത്രം കയറാൻ പാടില്ലെന്നല്ലോ. മറ്റു സ്ഥലങ്ങളിലൊക്കെ ഷർട്ട് ഇട്ട് കയറാം. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഈ മാറ്റങ്ങൾ വരുമ്പോൾ ഈ മാറ്റങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് അതിനകത്ത് ഉച്ചനീചത്വങ്ങളുണ്ടോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലവർ പറയുന്നത് ഷർട്ട് ഊരുന്നത് പൂണൂലുണ്ടോ എന്ന് അറിയാനാണെന്ന്. അതെനിക്ക് തോന്നുന്നില്ല. കാരണം പണ്ട് കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് മാഷെ. പണ്ട് കാലത്ത് ഷർട്ട് ഇല്ല. അല്ല, മേൽമുണ്ട് ധരിക്കാനുള്ള അധികാരവും കൂടി ഇപ്പൊ മേൽമുണ്ട് ധരിക്കാം. പണ്ട് മേൽമുണ്ട് ധരിക്കാൻ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടായിരുന്നില്ല. ഇല്ല നമ്മൾ പഴയ സിനിമയിലൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. മറ്റേ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഷർട്ട് പോയിട്ട് മുണ്ട് ദേഹം മറയ്ക്കാൻ പറ്റും. ഒരു തോർത്ത് മാത്രമേ എടുക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനത്തെ മുണ്ടൊക്കെ എടുത്ത് അടിക്കവരെ. പിന്നെ മുലക്കരം മറയ്ക്കാൻ വേണ്ടി സമരം ചെയ്ത നാടാണ് നമ്മുടെ നാട്. സ്ത്രീകൾക്ക് വേണ്ടി. പുരുഷന്മാർക്ക് ഒരു തോർത്ത് മാത്രം എടുക്കാം. അപ്പോ ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ ഒരു സാമൂഹ്യ വിരുന്ന് ഏർപ്പെടുത്തി. ഇവര് ഉയർന്ന ഈഴവ ജാതിക്കാരാണ്, മറ്റ് താഴ്ന്ന. അപ്പം അവരെ അകത്തേക്ക് കയറ്റാനായിട്ട് ഈ സഹോദരൻ അയ്യപ്പൻ തന്നെ പോയിട്ട് പറഞ്ഞു അകത്തേക്ക്. അപ്പോൾ അവർക്ക് പേടി വരാൻ ഒരു തോർത്ത് മാത്രം എടുക്കും. നല്ല മഴയുണ്ട്. സഹോദരൻ അയ്യപ്പൻ ഒരാളുടെ കൈ പിടിച്ചിങ്ങനെ ഭരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഐസ്റ്റിക്കമ്മ പിടിച്ച പോലെ ഉണ്ട് കൈ. ശരി. അങ്ങനെ പിടിച്ചു വലിച്ചിട്ട് അവർക്ക് അങ്ങനൊരു സ്ഥിതിയായിരുന്നു. അതൊക്കെ മാറി വന്നത് ഇങ്ങനെയുള്ള സംസാരങ്ങളെ കൊണ്ടും സമരങ്ങളെ കൊണ്ടും ഹിന്ദു മതത്തിൽ അതങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. അതാണല്ലേ സഹോദരൻ അയ്യപ്പന്റെ പന്തിഭോജനം എന്ന് പറയുന്നത്. പന്തിഭോജനം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സഹോദരൻ അയ്യപ്പന്റെ അങ്ങനെയുള്ള ആളുകൾ ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെ എത്തിയത്. ഈ സഞ്ചാര സ്വാതന്ത്ര്യം വൈക്കം അതിന് ക്ഷേത്രത്തിന് പുറത്തുകൂടി നടക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. സപ്പോർട്ട് ചെയ്തിട്ട് മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. അതെ. അപ്പോൾ ഒരു പ്രത്യേക ലെവലെത്തുമ്പോൾ എല്ലാ വിഭാഗക്കാരും ഒന്നാവും. ഇപ്പൊ കാലം കുറെ മാറി, ആചാരങ്ങളും മാറി. അപ്പൊ അത് ഞാൻ പറയുന്നത് ഈ സമ്പ്രദായമാണ്. ഹിന്ദു മതത്തിൽ ഈ മാറ്റങ്ങൾ വരുന്ന സമ്പ്രദായങ്ങളാണ്. ചർച്ചകളിൽ കൂടിയും ആശയവിനിമയത്തിൽ കൂടിയുമാണ് ഈ ചർച്ചകൾ വരുന്നത്. അതെ. ഈ മറ്റ് വിഭാഗങ്ങളിൽ പറ്റില്ല. മുസ്ലിം വിഭാഗത്തിൽ 6-ാം നൂറ്റാണ്ടിലുള്ള എന്തെങ്കിലും മാറ്റം വരുത്താൻ അവർ സമ്മതിക്കുമോ? ഇല്ല. അടിപിടിയും ബഹളവും രക്തച്ചൊരിച്ചിലാവും. ഹിന്ദു മതത്തിലാണ് അപ്പോൾ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മാറ്റങ്ങൾക്കൊത്തത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം നവോത്ഥാനം, റിനൈസൻസ് ഏറ്റവും കൂടുതൽ അതിന് സപ്പോർട്ട് ചെയ്തതും റിനൈസൻസിനെ ആദ്യമായിട്ട് ഭാരതത്തിലേക്ക് സ്വീകരിച്ചിട്ടുള്ളതും ഇവിടെയുള്ള രാജാ റാംമോഹൻ റോയ് മുതലായിട്ടുള്ള ആളാണ്. അതെ, മനസ്സിലായില്ലേ? സതി നിർത്തലാക്കിയ കാലം തൊട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അന്ന് തൊട്ട് തന്നെ ആചാരങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ട്. അത് ആ മാറ്റങ്ങളെ എപ്പോഴും ഹിന്ദു സമൂഹം സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാഷെ ഷർട്ട് ധരിക്കേണ്ടതുണ്ടോ അകത്ത്, ക്ഷേത്രത്തിനകത്ത് കിടക്കുമ്പോൾ? ഷർട്ട് വേണമെങ്കിൽ ഓരോരുത്തർക്ക് അത് ധരിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ധരിച്ചത് കൊണ്ടോ എന്തെങ്കിലും ജാതി എന്തെങ്കിലും ഒരു ചൂഷണത്തിൻ്റെ അംശമുണ്ടോ, ഉച്ചനീചത്വത്തിൻ്റെ അംശമുണ്ടോ? അല്ല, കേരളത്തിന് പുറത്ത് വേറെ ഏതൊരു അമ്പലങ്ങളിൽ പോയാലും ഈ ഷർട്ട് അഴിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷർട്ട് ധരിക്കാം. ഷർട്ട് ധരിച്ച് കയറാവുന്നതാണ്. അത് അതിന് കാരണമുണ്ട്. കേരളത്തിലെ ക്ഷേത്രങ്ങൾ
തന്ത്രപ്രധാനമാണ്. തന്ത്രപ്രധാനമാണ്. പക്ഷെ ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളിൽ അങ്ങനെയില്ല. ശ്രീനാരായണ ഗുരുവിനും തന്ത്രമുണ്ട്. അദ്ദേഹം പക്ഷെ തന്ത്രത്തിൽ അദ്ദേഹത്തിന്റെ ചെമ്പഴന്തി പോലുള്ള ക്ഷേത്രങ്ങളിലൊന്നും ഷർട്ട് അഴിക്കേണ്ടല്ലോ. ഷർട്ടുണ്ട്. ഞാൻ പറഞ്ഞ അമ്പലത്തിനകത്തുള്ള പൂജകള് ആ പൂജകള് തന്ത്രവിധി പ്രകാരമാണ്. ഇതെന്താണെന്നറിയാം. പക്ഷേ പല ക്ഷേത്രങ്ങളിലും പല ആചാരങ്ങളാണ്. ഇപ്പോൾ എറണാകുളം പാവക്കുളം ക്ഷേത്രമുണ്ട്, അവിടെ ഷർട്ട് ഇടാം. അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി ഗണപതി ക്ഷേത്രമുണ്ട്, അവിടെ ഷർട്ട് ഇടാം. അതുപോലെ കൊല്ലം അവനൂരിൽ നായിനാർ ദേവസ്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെയും കയറാം. അപ്പോൾ പല ആചാരങ്ങളാണ്. അതുകൊണ്ടാണല്ലോ സാധാരണക്കാർ വേണോ വേണ്ടയോ എന്നിങ്ങനെ പറയുന്നത്. ഈ ഹിന്ദു മതം എന്ന് വെച്ചാൽ ഒരു യൂണിഫോം കൂടി പോകുന്നതല്ല. അല്ല, പല രീതിയിലാണ്. പല മാർഗങ്ങളും പല രീതികളും നമുക്ക് സ്വീകരിക്കാം. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങൾ സ്വീകരിക്കാം. എല്ലാ ക്ഷേത്രത്തിലും ഒരുപോലെ തന്നെ വേണമെന്ന് പറയാൻ പറ്റില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ഹിന്ദുക്കൾക്കുണ്ട്. പക്ഷെ അത് വേണം എന്നാണ് ഇപ്പൊ എല്ലാവരും ആവശ്യപ്പെടുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനെ ആവുന്നതിൽ തെറ്റില്ല. പക്ഷെ ഈ സമ്പ്രദായത്തിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടോ എന്ന് മാത്രം ശ്രദ്ധിച്ചാലേ നമുക്ക് ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന് ഇടപെടാൻ പറ്റുള്ളൂ. ഒരു സാമൂഹ്യ പരിഷ്കർത്താവിന് ഇടപെടുന്നുണ്ടെങ്കിൽ അത് അവിടെ ഉച്ചനീചത്വം ഉണ്ടോ എന്ന് നോക്കണം. ഷർട്ട് ഇടാത്തവന് ഗുണമുണ്ടോ, ഷർട്ട് ഇട്ടവന് ഗുണമുണ്ടോ? ഈ പൂണൂല് ചിലർ പറയുന്നത് ഷർട്ട് ഊരിയ പൂണൂല് കാണും. പക്ഷെ ഈ പൂണൂല് ബ്രാഹ്മണന്മാർക്ക് മാത്രമല്ല, പിന്നെ ഞാൻ ആശാരി വിഭാഗക്കാരുണ്ട്. ഇങ്ങനെ പല വിഭാഗക്കാർക്കും പൂണൂലുണ്ട്. പിന്നെ ഞാനൊന്ന് വായിച്ചതാ മാഷേ, ഈശ്വരന്റെ തേജസ് നേരിട്ട് നെഞ്ഞിനടുത്തേക്ക് വരാനാണ് അങ്ങനെ ഒരു കാര്യം പണ്ടുണ്ടാക്കിയത്. അതൊക്കെ ഓരോ സങ്കല്പങ്ങളാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് അത് വേണ്ടേ? അതെ അതെ. അപ്പൊ ഞാൻ അതിനെ കൂടുതൽ വായിച്ചു. അപ്പോ സ്ത്രീകൾക്ക് ഈശ്വരന്റെ തേജസ് കിട്ടുന്നത് 2 പുരികങ്ങൾക്കിടയിൽ കൂടിയാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ട്. എനിക്ക് എൻ്റെ പേരിൽ പല കേസുകളും പോലീസ് എന്നെ വേട്ടയാടുകയും ഒക്കെ ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. വിശ്വ ഹിന്ദു പരിഷത്തിൽ രാമജന്മഭൂമി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരിക്കൽ 3-4 കേസുകൾ വന്ന് ഞാൻ ഇവിടുന്ന് ഓടി രക്ഷപ്പെടാൻ പോലീസ് വീട് വളഞ്ഞു. ഞാൻ ഇവിടുന്ന് ഓടി ഇവിടേക്ക് ചെന്നു. മറ്റേ ഞങ്ങളുടെ ഒരു ക്ഷേത്രമുണ്ട് മറ്റേ എറണാകുളത്തടുത്ത്. അവിടെ ചെന്നിങ്ങനെ ദേവിയെ എല്ലാം സമർപ്പിച്ച് ദേവിയെ സമർപ്പിച്ചിങ്ങനെ തൊഴുതുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ദേഹം ഇല്ലാത്ത പോലെ തോന്നി. പിന്നെ ഇങ്ങനെ അമൃതധാര ഇങ്ങനെ വരുമ്പോൾ തോന്നി. ഇങ്ങനെ കാലിൻ്റെ അറ്റം വരെ നോക്കി. ഇത് കഴിഞ്ഞിങ്ങനെ കണ്ണ് തുറന്നപ്പോൾ എൻ്റെ പേടികളൊക്കെ മാറി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി മാഷിന്? ഇത് നേരിട്ടുള്ള അനുഭവമാണ്. ഇത് ആളുകൾ പറഞ്ഞാൽ മറ്റുള്ളവർ പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല. പക്ഷെ എനിക്ക് ഉണ്ടായത് കൊണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഒരു പക്ഷേ യോഗയിൽ കൂടിയൊക്കെ ആണെങ്കിൽ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. യോഗ ഇല്ലാണ്ട് അനുഭവിക്കാം. ചിലവർക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ, ഞാൻ അങ്ങനെയാണ്, ഭാഗ്യത്തിൽ കൂടെ കിട്ടിയതാണ് ഇത്. ഇങ്ങനത്തെ അനുഭവം ഉണ്ടാവുകയെന്ന് വെച്ചാൽ അതിന് ശരിക്കും ഒരു പേടി ഉണ്ടായിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ വേണ്ടി കുറേ ഗുളികകൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റിൽ. ക്ഷേത്രം കഴിഞ്ഞ് എറണാകുളത്തെ അടുത്താണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരണം. അങ്ങനെ കൊച്ചി പാലൊക്കെ കഴിഞ്ഞിട്ടാണ് വരാൻ. ഞാൻ ബസ്സിൽ വരുമ്പോൾ ഈ ഗുളിക എടുത്തിട്ട് അതിലേക്ക് കളഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഈ അനുഭവത്തിന് ശേഷം പിന്നെ എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിട്ടില്ല ഇതുവരെ. മാഷിന് ഷർട്ട് ധരിക്കാതെ കയറണോ അല്ല ധരിച്ചിട്ട് കയറണോ? മാഷ് ഇപ്പൊ ഷർട്ട് ഇടാതെ ആയിരിക്കുമല്ലോ കയറുന്നുണ്ടാവും. വ്യക്തിപരമായിട്ട് ഷർട്ട് ഇടാണ്ട് പോകാനാണ് ഇഷ്ടം. ഷർട്ട് ഇടാതെ പോകാനാണ് കാരണം എന്താ വെച്ചാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒരു വലിയൊരു 1 കിലോമീറ്റർ ഒരു പ്രദക്ഷിണ വഴിയുണ്ട്. അതിൽ ഷർട്ട് ഇടാണ്ട് നല്ല പരമസുഖമാണ്. കാറ്റിങ്ങനെ അടിച്ച് ഈ ഷർട്ട് ഇട്ടാൽ കാറ്റടിക്കില്ല. ഈ ഷർട്ട് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സുന്ദരമായിട്ടുള്ള കാറ്റാണ്. പക്ഷെ നിയമം മാറുകയാണെന്ന് വിചാരിച്ചോ? ഷർട്ട് ഇട്ട് പോവാൻ തന്നെയാണ് ഇനി വരാൻ പോകുന്ന നിയമം. അങ്ങനെയാണെങ്കിൽ മാഷ് ഷർട്ട് ഇട്ടിട്ട് പോവോ? ഷർട്ട് അപ്പോഴും ഷർട്ട് ഊരി പോവാം. വിശ്വാസികൾക്ക് അങ്ങനെയാവോ? ഞാൻ ഷർട്ട് ഊരിട്ട് അതിൽ ഈ കാറ്റ് കൊണ്ട് നടക്കും. സ്ത്രീകൾക്ക് അത് പറ്റില്ല. എനിക്ക് പരമസുഖമാണ്. ഞാൻ മുണ്ട് പതുക്കെ ഇങ്ങനെ മടക്കി കെട്ടും, ഇങ്ങനെ കുത്തും. ഷർട്ട് ഊരിട്ട് ഈ ബെൽറ്റ് ഉണ്ട്, ബെൽറ്റുമ്പോൾ ഷർട്ട് കുത്തും. പരമാവധി നല്ല കാറ്റ്, എന്തൊരു സുന്ദരമായിട്ടുള്ള കാറ്റ്. അപ്പൊ മാഷിന് പഴയ പോലെ തന്നെയാണ്. അങ്ങനെ അതുകൊണ്ടല്ല, അങ്ങനെയല്ല. അതാ എനിക്ക് രണ്ടും പ്രശ്നമില്ല. പക്ഷെ ഞാൻ ചോദിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് ഇപ്പൊ ആചാരങ്ങൾ ഒരുപാട് മാറി. നമ്മൾ പറഞ്ഞു ഗുരുവായൂർ സത്യാഗ്രഹം, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇങ്ങനെ ഒരുപാട് സത്യാഗ്രഹങ്ങളും വിളംബരങ്ങളും നടന്ന നാടാണ് നമ്മുടേത്, അല്ലേ? ആചാരങ്ങളും മാറിക്കഴിഞ്ഞു. അപ്പോൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം
അവർക്കൊരു നിയമം വരണം, ഷർട്ട് ഇട്ടിട്ട് പോകാം എന്നൊരു നിയമം വരണം, എന്നാൽ മാത്രമേ അവരങ്ങനെ ചെയ്യുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ ജനങ്ങൾ അങ്ങനെ തന്നെ പോകും. അപ്പോൾ എവിടെയോ ഒരു പേടിയാണ് എല്ലാവരെയും അകറ്റി നിർത്തുന്നത്. ആ പേടി എന്ന് പറയാൻ പാടില്ല. ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ചില ആചാരങ്ങളുണ്ട്. ഒരു വീട്ടിൽ കയറുമ്പോൾ ചെരുപ്പ് ഊരിയിട്ട് കയറുക, അതൊരാചാരം. അത് അങ്ങനെ ആ ആചാരം ഞാൻ ലംഘിക്കും എന്ന് പറഞ്ഞ കാര്യമുണ്ട്. ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ കുളിച്ച്, അതാണ് പക്ഷെ ഞാൻ പറഞ്ഞത്, നിയമം വന്നു കഴിഞ്ഞാൽ സാധാരണക്കാരും അങ്ങനെ ചെയ്യും. ചെരുപ്പ് എന്നാലും നമ്മൾ ചെരുപ്പിടില്ല. ഒരു വീട്ടിൽ ഇങ്ങനെ ചെരുപ്പിട്ട് പോകും. വീട്ടിൽ ചെരുപ്പിട്ട് കയറാന്ന് പറഞ്ഞാൽ നമ്മൾ കയറുമോ? എനിക്ക് ഷർട്ട് ഇട്ട്, അങ്ങനെ ഒരു നിയമം വന്നാലും മാഷ് ഇങ്ങനെ തന്നെ പോകും അല്ലേ? ഷർട്ട് എന്നാലും ഷർട്ട് ഇട്ടില്ലെങ്കിൽ പിടിച്ചടിക്കുന്നൊക്കെ പറഞ്ഞാൽ ഒരുപക്ഷെ മാറ്റേണ്ടി വരും. പക്ഷെ ഇതൊക്കെ ഉച്ചനീചത്വം ഉണ്ടോ നോക്കണം, അത്രേ ഉള്ളൂ. ഇവിടെ ഉച്ചനീചത്വം എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഉച്ചനീചം എന്ന് വെച്ചാൽ ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ പൂണൂല് കണ്ടാൽ ബ്രാഹ്മണൻ അയാൾക്ക് പ്രത്യേക ഒരു സീറ്റ്, ഇതിലെ കടന്നോ മറ്റൊന്ന് അതിലെ കടന്നോ, അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും സമന്മാരായിരിക്കണം. ഇപ്പൊ ഇങ്ങനെ ഒരാളെ ഇപ്പോൾ ഏറ്റവും താഴ്ന്നതെന്ന് പറയപ്പെടുന്നൊരു വിഭാഗം ഇതിലൊരാൾ വരിക നിൽക്കുക, അയാൾ മറ്റുള്ളവർ കയറ്റുന്ന വഴി കൂടെ അയാളെ കയറ്റിയില്ലെങ്കിൽ അയാൾ ആളുടെ ചവിട്ടത്തടിച്ചാലും ആരും ചോദിക്കേണ്ടാവില്ല. അയാളെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവുള്ളൂ. കാരണം എന്തിനാ അയാളുടെ വിവേചനം കാണിച്ചത്? നമ്പൂരിമാർക്ക് ഇരിക്കാനുള്ള ഒരു മണ്ഡപമുണ്ട് അമ്പലത്തിൻ്റെ മുമ്പിൽ, ഇങ്ങനെ അവിടെ കയറി നാമം ചൊല്ലിക്കൊണ്ടിരിക്കും. അവിടെ ഇപ്പം ഞാൻ കയറി നിൽക്കുകയാണെങ്കിൽ എന്നെ ഒന്നും ആരും ഇറക്കില്ല. പിന്നെ കൂടുതൽ താഴ്ന്നതെന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽപ്പെട്ട ആളാണ് കയറി നിൽക്കണമെന്ന് വെച്ചാൽ അയാൾ ഒട്ടും തൊടാൻ പോവില്ല. അതിനകത്ത് കയറിയിരുന്ന പേടിയാണ്. അയാളുടെ ഇറങ്ങാൻ പോയാൽ സമൂഹം മുഴുവൻ പ്രതികരിക്കും. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ പഴയ പാവക്കുളം ക്ഷേത്രത്തിൻ്റെ കാര്യം, ഞാൻ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനൊക്കെ അതിൻ്റെ ഒരു അധികാരിയായിരുന്നു. അവിടെ ആളിന് ഷർട്ട് ഇട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്, പാവക്കുളം ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് കയറാം. എനിക്കറിയാം. അതുപോലെ തന്നെയാണ് മാഷെ സുൽത്താൻ ബത്തേരിയുള്ള ഗണപതി ക്ഷേത്രം. അല്ല, അങ്ങനെയൊക്കെ നമുക്കിപ്പോൾ ഒരു വൈവിധ്യം, ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത വൈവിധ്യമാണ്. ആ വൈവിധ്യത്തിൽ ഉച്ചനീചത്വങ്ങൾ ഉണ്ടെങ്കിൽ എതിർക്കണം, അല്ലെങ്കിൽ മനുഷ്യരെ സമന്മാരായിട്ട് കാണുന്നില്ലെങ്കിൽ എതിർക്കണം എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ അഭിപ്രായം. പിന്നെ ഓരോരോ അമ്പലത്തിനും അതിൻ്റേതായിട്ടുള്ള ആചാരങ്ങൾ കീപ്പപ്പ് ചെയ്യാനുള്ള അത് ഈ ഹിന്ദു മതത്തിൻ്റെ പ്രത്യേകത തന്നെ ഈ വൈവിധ്യങ്ങളാണ്. നിങ്ങൾക്ക് ഗണപതി വേണമെങ്കിൽ ഗണപതി പൂജിക്കാം. ഇപ്പോൾ വടക്കുന്നാഥൻ്റെ ക്ഷേത്രത്തിൽ വന്ന് അയ്യപ്പന്മാർ വന്നിട്ട് അയ്യപ്പോ എന്നുള്ള തൊഴുക, വടക്കുന്നാഥന പാർവതി അയ്യപ്പോ എന്നുള്ള തൊഴുക. അതവർ ചെയ്തോട്ടെ. അവർക്ക് ഈ വൈവിധ്യങ്ങളാണ് നമ്മുടെ ഈ മതത്തിനെ. ഇപ്പോൾ എറണാകുളത്ത്, ഞാൻ കുറ്റം പറയല്ല, ഇപ്പോൾ എറണാകുളത്ത് മറ്റേ ക്രിസ്ത്യൻ ഇതിൽ ഒരുപാട് തർക്കങ്ങൾ നടക്കുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന അങ്ങനെ വേണം, കുംഭസാരം അങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു സംഗതി അത് ഹിന്ദു മതത്തിലുണ്ടായാൽ തന്നെ അത് വേഗം തീർക്കും. അത് അങ്ങനെയാണെങ്കിലും മാഷേ, ക്രിസ്തു മതവും ഇസ്ലാം മതവും ഇതിലൊന്നും മാറ്റങ്ങൾ വരുന്നില്ല. ഹിന്ദു മതത്തിലാണ് ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ, അതിലും മാറ്റങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ ഇപ്പോൾ പല മാറ്റങ്ങളുമായി. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ സൗദിയിലാണ്. സൗദി രാജാവാണ് വലിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മക്കയിൽ മറ്റ് ജാതിക്കാർക്ക് വന്നിട്ട് വ്യാപാരം നടത്താൻ അനുവാദം കൊടുത്തിരിക്കുകയാണ് അദ്ദേഹം. മക്കയിലേക്ക് മറ്റ് ആളിലൊക്കെ പോകാൻ പാടില്ല. അവിടെ ആളിലൊക്കെ വന്ന് വ്യാപാരം തുടങ്ങാം മക്ക രാജാവ് പറഞ്ഞ ഷാറ്. അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത സിനിമയാണ് അല്ലേ, കഥാ തിരക്കഥ നിർമാല്യം എന്ന സിനിമ. അന്ന് അതിൽ വെളിച്ചപ്പാടായിട്ട് PJ ആന്റണിയാണ് അഭിനയിച്ചത്. ഇന്നത്തെ കാലത്ത് അങ്ങനെ ഒരു സിനിമ വരികയാണെങ്കിൽ എന്തായിരിക്കും സമൂഹത്തിലെ അതിനോടുള്ള പ്രതികരണം എന്തായിരിക്കും? ഇന്ന് അങ്ങനെ ഒരു കാര്യം നടക്കില്ല. അന്ന് വെളിച്ചപ്പാടായി അഭിനയിച്ച PJ ആന്റണി ഭഗവതിയുടെ മുഖത്തേക്ക് തുപ്പുന്ന ഒരു ഭാഗമുണ്ട്. ഇന്ന് അങ്ങനെ ഒരു സിനിമ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ചർച്ചയാവുകയും അത് പിൻവലിക്കേണ്ടി വരികയും ചെയ്യും അല്ലേ? അങ്ങനെ ഉണ്ടായിട്ടുണ്ട് പല സിനിമകളും. ഹിന്ദു മതത്തിൽ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നുണ്ട്. ഹിന്ദു മതത്തിൽ പണ്ട് റെസിസ്റ്റൻസ് ഇല്ല, എല്ലാം ഓപ്പൺ ആണ്, ആർക്കും എന്തും ചെയ്യാം. ഇപ്പൊ പതുക്കെ ഹിന്ദു മതത്തിൽ നവോത്ഥാനത്തിന് ഉൾക്കൊള്ളുന്നുണ്ട് എന്നുണ്ടെങ്കിലും സ്വയം നമ്മൾ ഹിന്ദുക്കളാണെന്നൊരു തോന്നലുണ്ടാവുന്നുണ്ട്. അന്ന് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നിങ്ങളെന്താ ആരാന്ന് ചോദിച്ചാൽ ഞാനൊരു നായരാണ്, ഞാനൊരു ഈഴവനാണ്, ഞാനൊരു പുലയനാണ്, പറയനാണെന്ന് പറയും. അവരോട് ഹിന്ദു ആണെന്ന് അവർക്ക് അറിയില്ല. ഹിന്ദു എന്നുള്ള പേര് അവർക്ക് ജാതി പേരിലാണ് അവർ അറിയപ്പെടുള്ളൂ. ഞാൻ പണ്ട് SNDP പ്രസിഡന്റിനോട് പണ്ട് പറയണ്ടായി,
MK രാഘവനോട് ഹിന്ദുക്കൾ സംഘടിക്കേണ്ട ആവശ്യമില്ല എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് രണ്ടുപേരും കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ആദ്യം കാണുന്നൊരു 10 പേരോട് നിങ്ങളെന്താ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ക്രിസ്ത്യാനികൾ പറയും ക്രിസ്ത്യനാണെന്നാ, മുസ്ലിംസ് പറയും മുസ്ലിമാണെന്നാ, ഹിന്ദുവിനോട് ചോദിച്ചാൽ നായരാണെന്ന് പറയും, അല്ലെങ്കിൽ ഈഴവനാണെന്ന് അതെ, പറയും. സത്യമാണത്. ഹിന്ദു എന്ന് പറയാൻ അറിയില്ല. ഇപ്പോഴും അത്തരത്തിലുള്ള ജാതികളുണ്ട്. ഇപ്പം അത് പിക്കപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ ഹിന്ദു എന്നൊരു തോന്നല്, ഹിന്ദു എന്നൊരു ബോധം ഇല്ലാത്തത് കൊണ്ട് ഈ ഓരോ ജാതിക്കാരും പിന്നെ അവരവരുടെ മാടൻ കോവിലൊക്കെ കാണും. അവിടെ ആ മാടൻ കോവിലിനെ എതിർക്കുമ്പോൾ അവിടെ 4-5 പേര് എതിർക്കുക, കുഴപ്പമില്ല, അത് പൊളിച്ച് കളഞ്ഞിട്ട് പോകും. ആചാരങ്ങൾ മാറാം, മാറ്റം അനിവാര്യമാവാം, പക്ഷേ അതൊക്കെ ഉച്ചനീചത്വമില്ലാതെ ആവണം, മനുഷ്യ നന്മയിലും മാനവികതയിലും അടിസ്ഥാനപ്പെടുത്തിയതാവണം. മാഷെ, സന്തോഷം. സന്തോഷം.